ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ചവരി കുതിർക്കേണ്ട ടൈം മാത്രമേ വേണ്ടൂ. കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയായ ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഒരു പായസമാണിത്. ചവരിയും വെർമിസെല്ലിയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ചൂടുകാലത്ത് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ തന്നെയാണ്. തണുപ്പ് ടൈം, മഴ പെയ്യുന്ന ടൈമൊക്കെ പായസം ഉണ്ടാക്കി കുടിക്കുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കേണ്ട ആ ഒരു മൈൻഡൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പായസം റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യുക. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു 5 ഗ്ലാസ് പായസമാണ്. 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബൗൾ എടുത്തിട്ട് 1/4 കപ്പ് ചവ്വരി ഇതിലേക്ക് കുതിർക്കുകയാണ് വേണ്ടത്. കുതിർത്ത് വെച്ചാൽ നമുക്ക് ചവ്വരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അരമണിക്കൂറാണ് ഞാനിവിടെ ചവ്വരി കുതിർത്തിട്ടുള്ളത്. കൂടുതൽ ടൈം കുതിർക്കാൻ ടൈമുള്ളവരാണെങ്കിൽ കൂടുതൽ ടൈമിന് ശേഷം കുതിർത്ത് വെക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുതിർത്ത് വെച്ച നമ്മുടെ ചവ്വരിയും കൂടി ഇട്ട് കൊടുത്തു. ഇത് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. കുതിർത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വെന്ത് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഉണ്ടാവല്. അതുപോലെ തന്നെ ചോറൊക്കെ തിന്നുന്ന ഒരു ശരിക്കും അരി തന്നെ, അരി വെന്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ടെക്സ്ചറില്ലേ, അത് തന്നെയാണ് ഉണ്ടാവല്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ വേവിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് പാലാണ് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇതാ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ കപ്പും ഒഴിച്ചെടുത്തു. ഇനി മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ഇവിടെ ഓൾറെഡി വാങ്ങിയ മിൽക്ക് മെയ്ഡ് ഉണ്ടായതുകൊണ്ട് മാത്രം ചേർത്തന്നേ ഉള്ളൂ. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡ് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും മിൽക്ക് മെയ്ഡ് തന്നെ ചേർക്കണം കേട്ടോ. അതും കൂടി ചേർക്കുമ്പോഴാണ് വേറെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ ലൈറ്റ് മധുരം മാത്രമേ ഉണ്ടാവൂ. പിന്നെ എനിക്ക് ഇവിടെ അത്രയും മധുരം മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും ലൈറ്റ് മധുരം ഇഷ്ടപ്പെടുന്ന ആളാണ് പായസത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് 2 മിനിറ്റ് തിളപ്പിച്ച് കൊടുത്തതിന് ശേഷം വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഞാൻ കുനാഫ വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണോ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കുക. ഇതിനേക്കാളും തിക്നെസ് കൂടിയ ടൈപ്പില്ലേ, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഏതാണെങ്കിലും 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഈ ഒരു ടൈപ്പിലുള്ളതാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് നല്ല കുറുക്കിയെടുക്കുക. ഇപ്പോൾ കൺസിസ്റ്റൻസിയിൽ കണ്ടിട്ട് നിങ്ങൾ ലൂസാണല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. പിന്നെ കഴിക്കുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് അത് നല്ല തിക്നെസ്സോടുകൂടി വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലെയിനായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഗീയും കൂടിയാണ്. അതും കൂടി പായസത്തിലേക്ക് ഒഴിച്ചെടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ കണ്ട പോലെ അല്ലല്ലോ, പായസം നല്ല തിക്നെസ് ആയില്ലേ. ഇനി ഇതിലും തിക്കാവും. നല്ല പോലെ തിക്കായി എന്ന് നിങ്ങൾക്ക് ഫീൽ ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിതാ ഞാനിതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.